അപ്പൊസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം 5. അനന്യാസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യ സഫീരോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടുകൂടെ അയാൾ വിലയിൽ കുറെ തനിക്കായി തന്നെ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടുവന്ന് അപ്പൊസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് മാറ്റിവെക്കുവാനും തക്കവണ്ണം സാത്താൻ നിന്റെ ഹൃദയത്തെ കവർന്നതെന്ത്? അത് വിൽക്കുന്നതിനു മുമ്പേ നിന്റേതായിരുന്നില്ലേ? വിറ്റ് കിട്ടിയ പണവും നിന്റെ കൈവശമായിരുന്നില്ലേ? പിന്നെ ഈ പ്രവൃത്തി ചെയ്യുവാൻ നിനക്ക് മനസ്സ് വന്നത് എങ്ങനെ? നീ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത്. ഈ വാക്ക് കേട്ടപ്പോൾ അനന്യാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവർക്കെല്ലാം വലിയ ഭയമുണ്ടായി. യുവാക്കൾ എഴുന്നേറ്റ് ചെന്ന് അയാളുടെ ശരീരം തുണിയിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനന്യാസിന്റെ ഭാര്യ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, പറയൂ, ഈ വിലയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത് എന്ന് ചോദിച്ചു. അത്രയ്ക്ക് തന്നെ, അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എങ്ങനെ? നിന്റെ ഭർത്താവിനെ അടക്കം ചെയ്തവർ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മരിച്ചു. യുവാക്കൾ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ സംസ്കരിച്ചു. സർവ്വസഭയ്ക്കും ഈ സംഭവം കേട്ട എല്ലാവർക്കും വലിയ ഭയമുണ്ടായി. അപ്പൊസ്തലന്മാർ ജനത്തിന്റെ ഇടയിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. വിശ്വാസികളെല്ലാം ശലോമോന്റെ മണ്ഡപത്തിൽ കൂടിവരിക പതിവായിരുന്നു. മറ്റുള്ളവരാരും അവരോട് ചേർന്ന് വരുവാൻ ധൈര്യപ്പെട്ടില്ല എങ്കിലും ജനങ്ങൾ അവരെ അത്യധികം ബഹുമാനിച്ചു. കർത്താവിൽ വിശ്വസിച്ച് അവരോട് ചേർന്ന സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ മേൽക്കുമേൽ വർദ്ധിച്ചു. തൽഫലമായി ജനങ്ങൾ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നിഴലെങ്കിലും അവരുടെ മേൽ പതിയേണ്ടതിന് അവരെ കിടക്കകളിലും പായകളിലും കിടന്നു. യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അവരുടെ രോഗികളെയും ദുരാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ മഹാപുരോഹിതനും അദ്ദേഹത്തിന്റെ പക്ഷക്കാരായ സദൂക്യരും അസൂയ നിറഞ്ഞവരായി. അവർ അപ്പൊസ്തലന്മാരെ ബന്ധിച്ച് പൊതുതടവിലാക്കി. എന്നാൽ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ദൂതൻ അവരോട്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തെ അറിയിക്കുക എന്ന് പറഞ്ഞു. പ്രഭാതത്തിൽ അവർ ദേവാലയത്തിൽ ചെന്ന് തങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത് പോലെ ജനത്തെ ഉപദേശിച്ചു തുടങ്ങി. മഹാപുരോഹിതനും അദ്ദേഹത്തിന്റെ പക്ഷക്കാരും വന്നപ്പോൾ അവർ ന്യായാധിപ സംഘത്തെ, ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അപ്പോസ്തലന്മാരെ കൊണ്ടുവരുവാൻ കാരാഗ്രഹത്തിലേക്ക് ആളയച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരെ കാണാത്തതിനാൽ സേവകർ മടങ്ങിവന്നു വിവരമറിയിച്ചു. കാരാഗ്രഹം ഭദ്രമായി പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. വാതിൽ തുറന്നപ്പോഴാകട്ടെ ആരെയും അകത്ത് കണ്ടില്ല. ഇത് കേട്ടപ്പോൾ ദേവാലയത്തിലെ കാവൽ പട്ടാള മേധാവിയും മുഖ്യ പുരോഹിതന്മാരും ഇതെന്തായിത്തീരുമെന്നോർത്ത് അവരെക്കുറിച്ച് പരിഭ്രാന്തരായി തീർന്നു. അപ്പോൾ ഒരാൾ വന്ന്, നോക്കൂ, നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാള മേധാവി സേവകരോടൊപ്പം ചെന്ന് ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമെന്നുള്ള ഭയം നിമിത്തം ബലപ്രയോഗം കൂടാതെ അപ്പൊസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ അവരെ കൊണ്ടുവന്നു ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കി. മഹാപുരോഹിതൻ അവരെ വിസ്തരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് കർശനമായി കൽപ്പിച്ചിരുന്നു. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉപദേശം കൊണ്ട് യെരുശലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തത്തിന് ഞങ്ങളെ കുറ്റക്കാരാക്കുവാൻ ഉറച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. പത്രോസും മറ്റപ്പൊസ്തലന്മാരും ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞങ്ങൾ മനുഷ്യരെയല്ല, ദൈവത്തെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപക്ഷമയും നൽകേണ്ടതിന് ദൈവം അദ്ദേഹത്തെ പ്രഭുവും രക്ഷകനുമായി
തന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാണ്. ഇത് കേട്ടപ്പോൾ അവർ കോപാകുലരായി അവരെ കൊന്നുകളയുവാൻ ഭാവിച്ചു. എന്നാൽ ഒരു ന്യായ പ്രമാണോപദേഷ്ടാവും എല്ലാവർക്കും ബഹുമാന്യനുമായിരുന്ന ഗമാലിയേൽ എന്നു പേരുള്ള ഒരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യരെ കുറെ നേരത്തേക്ക് പുറത്തു കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. അനന്തരം അദ്ദേഹം അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ ഈ മനുഷ്യരോട് എന്ത് ചെയ്യുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളണം. കുറെ നാൾ മുൻപ് യൂദാസ് എന്നൊരാൾ മഹാനായി നടിച്ചു വന്നു. ഏകദേശം 400 പേർ അയാളോട് ചേർന്നു. അയാൾ കൊല്ലപ്പെടുകയും അയാളുടെ അനുയായികളെല്ലാം ചിതറി നാമാവശേഷമാവുകയും ചെയ്തു. അയാൾക്കു ശേഷം ഗലീലക്കാരനായ യൂദ ജനസംഖ്യയെടുപ്പിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ട് ആളുകളെ വശീകരിച്ച് വിപ്ലവം നയിച്ചു. അയാളും നശിച്ചു. അയാളുടെ അനുയായികളെല്ലാം ചിതറിപ്പോയി. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്റെ ഉപദേശം ഇതാണ്: ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞു നിൽക്കുക. അവരുടെ ആലോചനയോ പ്രവർത്തനമോ മനുഷ്യരിൽ നിന്നെങ്കിൽ അത് നശിക്കും. അല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതെങ്കിൽ നിങ്ങൾക്കതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നവരെന്നും വന്നേക്കാം. അദ്ദേഹം പറഞ്ഞത് അവർ അംഗീകരിച്ചു. അവർ അപ്പസ്തലന്മാരെ വിളിച്ചു വരുത്തി അടിപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ മേലാൽ സംസാരിക്കരുതെന്ന് ആജ്ഞാപിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെട്ടതിൽ ആനന്ദിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്നും പോയി. അവർ ഓരോ ദിവസവും ദേവാലയത്തിലും വീടുകളിലും മുടങ്ങാതെ ഉപദേശിക്കുകയും യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.